മാർക്കറ്റിൽ ഓർഡർ ബോഗ് കിട്ടിയ FEG കിട്ടിയ MSS കിട്ടിയ എല്ലാം കിട്ടിയതിന് ശേഷം നിങ്ങളുടെ SL അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും എൻ്റെ സ്ട്രാറ്റജി കാര്യമായില്ലല്ലോ. പക്ഷേ സത്യം പറയട്ടെ, ഇത് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്ക് അല്ല. ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓർഡർ ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ, മാർക്കറ്റിന്റെ റിയൽ ബ്ലഡ് സർക്കുലേഷൻ. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ഞാൻ ട്രേഡിലേക്ക് ICT. ഈ ചാനലിൽ ICT SMC കോൺസെപ്റ്റ് മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങൾ ഇതുപോലെ ഒതന്റിക് ട്രേഡിംഗ് നോളജ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ ആണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് ഒരു ചെറിയ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ ക്യാപിറ്റൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. മാർക്കറ്റിന്റെ ട്രെൻഡ്, സ്ട്രക്ചർ, ലിക്വിഡിറ്റി, മാനിപ്പുലേഷൻ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഡർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയ ക്യാപിറ്റൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ബൈ ഓർഡേഴ്സ്, സെൽ ഓർഡേഴ്സ് എങ്ങനെ ബാലൻസ് ആവുന്നു എന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്, ബാങ്ക്സ്, ഹെഡ്ജ് ഫണ്ട്സ്, ബിഗ് മണി ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനായിട്ട്. സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ IOF എന്നാണ് ഇതിനെ സിമ്പിളായി പറയുന്നത്. മാർക്കറ്റിന്റെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക, സ്ട്രക്ചർ ബ്രേക്സ്, BOS, MSS നോക്കുക, ലിക്വിഡിറ്റി ഗ്രാബ്, ഈക്വൽ ഹൈസ്, ഈക്വൽ ലോസ് ഒബ്സർവ് ചെയ്യുക, കൺഫേം ചെയ്യുക ഓർഡർ ബുക്ക് റെസ്പെക്ട് ചെയ്യുമോ എന്ന്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗോൾഡിന്റെ 1 അവർ ചാർട്ട് എടുക്കാം. 1 അവർ ചാർട്ട് ഡൗൺ ട്രെൻഡ് ആണ്. ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടിൽ ഒരു ചെറിയൊരു FEG ഉണ്ട്. 50 മിനിറ്റിന്റെ ചാർട്ടിലേക്ക് നോക്കാം. അങ്ങനെ ഒരു ചെറിയൊരു FEG ഉണ്ട്. ഈ FEGയിൽ തട്ടി മാർക്കറ്റ് റിയാക്ട് ആവുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു ബുള്ളിഷ് കാണിക്കുന്നുണ്ട്. അവിടുന്ന് ചാടിക്കയറി എൻട്രി എടുക്കാതെ നിൽക്കുക. ഇവിടുന്ന് കണ്ടില്ലേ, നേരെ പിന്നെയും താഴ്ത്തോട്ടിട്ടു. കാരണം ഹയർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് ബിയറിഷ് ആണ്. പിന്നെയും വലിയൊരു ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്തു. ഇവിടെ നിങ്ങളുടെ SL കളക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് മനസ്സിലാക്കാതെയാണ് ട്രേഡിൽ കയറിയത്, വെറും ലോവർ ടൈം ഫ്രെയിം വെച്ച്. അപ്പം ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡും മാർക്കറ്റ് സ്ട്രക്ചറും BOSും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡിൽ കയറാൻ. നിങ്ങൾക്ക് IOF ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ, ഡെയിലി 4 അവർ മേജർ ട്രെൻഡ് നോക്കുക. പിന്നെ ലിക്വിഡിറ്റി സോൺസ്, ഈക്വൽ ഹൈസ്, ലോസ്, ഇൻഡ്യൂസ്മെന്റ്, റേറ്റഡ് ട്രാപ്സ് മാർക്ക് ചെയ്യുക. ഓർഡർ ബുക്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് ഐഡന്റിഫൈ ചെയ്യുക. ലാസ്റ്റ് ഓപ്പോസിറ്റ് ക്യാൻഡിൽ ബിഫോർ സ്ട്രോങ് മൂവ്. കൺഫർമേഷൻ, ലോവർ ടൈം ഫ്രം BOS ഇൻഡ്യൂസ്മെന്റ് കൺഫേം ചെയ്യുക. എൻട്രി ആൻഡ് റിസ്ക്, OBയിൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി ബുള്ളിഷ് OB ആയിരുന്നെങ്കിൽ SL OBയുടെ താഴെ വെക്കുക, ബിയറിഷ് OB ആണെങ്കിൽ SL OBയുടെ മുകളിൽ വെക്കുക. TP നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലേക്കും വെക്കുക. ഇതുപോലെ ഫ്രെയിം വർക്ക് കൺസിസ്റ്റന്റ് ആയി ഫോളോ ചെയ്താൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ നിങ്ങൾക്കും എൻട്രി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ട്രേഡേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ഇതിൽ പറയാം. റാൻഡം OBയിൽ എൻട്രി എടുക്കും, ഹയർ ടൈം ഫ്രെയിം ഇഗ്നോർ ചെയ്യും. ലോവർ ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ടായിരിക്കും എൻട്രി എടുക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിന്റെ ലിക്വിഡിറ്റീസ് ഒന്നും മാർക്ക് ചെയ്യാതായിരിക്കും എൻട്രി എടുക്കുന്നത്. പിന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് സോൺസ് അറിഞ്ഞിട്ടും പേഷ്യൻസ് ഇല്ലാതെ എൻട്രിയിൽ ചാടി കയറും. ദെൻ ഓവർ ലിവറേജ് യൂസ് ചെയ്യുക. IOF കൺസെപ്റ്റ് ക്ലിയർ ആയി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ എന്നത് നിങ്ങളുടെ ചാർട്ടിലെ ട്രൂത്ത് ആണ്. മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്ട്രാറ്റജി അല്ല. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ SL ഹണ്ടിങ് കുറയും, റേറ്റ് ഇംപ്രൂവ് ആവും. ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇത് ചാർട്ടിൽ വെരിഫൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കമന്റിൽ പറയൂ നെക്സ്റ്റ് വീഡിയോയിൽ ഏത് കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.